കൊച്ചിയിൽ ഇന്ന് വൈകിട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സൗഹൃദ കൂട്ടായ്മയ്ക്ക് ആഹ്വാനം. മറൈൻ ഡ്രൈവിൽ ഇന്ന് 3 മണിക്ക് ഒത്തുചേരണമെന്ന തരത്തിലാണ് പ്രചാരണം. ടെലഗ്രാം അക്കൗണ്ടിലൂടെയാണ് കൂടിച്ചേരലിന് ആഹ്വാനം നൽകിയിരിക്കുന്നത്. സ്നേഹമോൾ നയനാൻ വിവരങ്ങൾ നൽകും. സ്നേഹ, ഇതിപ്പോൾ ഈ ടെലഗ്രാം ഒക്കെ വഴിയാണല്ലേ ഇങ്ങനെ ഒരു ആഹ്വാനം? ഇതിനിപ്പോൾ അനുമതിയൊക്കെ കൊടുത്തിട്ടുണ്ടോ? എന്താണ് അറിയുന്നത്? തീർച്ചയായും പൂജ, ടെലഗ്രാം അക്കൗണ്ട് വഴിയാണ് 14 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ടെലഗ്രാം അക്കൗണ്ട് വഴിയാണ് ഇത്തരത്തിൽ ഒരു കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സൗഹൃദ കൂട്ടായ്മയ്ക്കായിട്ട് ക്ഷണിച്ചിരിക്കുന്നത്. 3 മണിയോടുകൂടി മറൈൻ ഡ്രൈവിൽ ഈ ഒത്തുചേരൽ നടക്കും എന്നതാണ് കരുതുന്നത്. അത്തരത്തിലുള്ള കാർഡുകളാണ് വലിയ തോതിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വിവിധ തരത്തിലുള്ള അക്കൗണ്ട്, കൊച്ചിയിൽ തന്നെ ഇൻസ്റ്റഗ്രാമിൽ നിരവധി അക്കൗണ്ടുകളുണ്ട്. അപ്പോൾ ആരാണ് ഇതിന് പിന്നിൽ, ഒത്തുചേരലിന് ആഹ്വാനം നൽകിയത് ആരാണ് എന്ന കാര്യമൊന്നും വ്യക്തമല്ല. ഏതായാലും യാതൊരു തരത്തിലുള്ള സമരങ്ങൾക്കോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ അത്തരത്തിലുള്ള കൂടിയ ആലോചനകൾക്കോ വേണ്ടിയൊന്നുമല്ല ഈ മീറ്റപ്പ് വിളിച്ചിരിക്കുന്നത് എന്ന് പ്രത്യേകം അവർ പറഞ്ഞിട്ടുമുണ്ട്. ഈ മീറ്റിംഗിൽ ഒരു 5 അജണ്ടയും അവർ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ അജണ്ട എന്നത് പരിചയപ്പെടലാണ്. പിന്നീട് ഗ്രൂപ്പിനെ നിയമപരമായി രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങൾ, നാടിന് നന്മയ്ക്കായി എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും, സമൂഹത്തിൽ നടക്കുന്ന അനീതികളും ആക്രമണങ്ങളും നിയമത്തിന്റെ മുൻപിൽ എങ്ങനെ കൊണ്ടുവരാൻ കഴിയും, പരസ്പരം കാഴ്ചപ്പാടും അറിവുകളും പങ്കുവെക്കുക, അങ്ങനെ 5 തരത്തിലുള്ള അജണ്ടകളാണ് ഈ തരത്തിലുള്ള ഈ സൗഹൃദ കൂട്ടായ്മയ്ക്കായിട്ട് ഈ പ്രചരിക്കുന്ന കാർഡിലടക്കം നൽകിയിരിക്കുന്നത്. 3 മണിക്ക് ഏത് സ്ഥലത്ത്, മറൈൻ ഡ്രൈവിൽ എവിടെയാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തമല്ല. 2:30 അറിയിക്കാം എന്നതാണ് ഈ അക്കൗണ്ട് വഴി പ്രചരിക്കുന്ന ഈ കാർഡിലടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. 3 മണിക്ക് അങ്ങനെ ഒരു ഒത്തുചേരൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ രാജ്യത്തെ തന്നെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആദ്യത്തെ ഒത്തുചേരലാകും എന്നത് തന്നെയാണ്. ഇനി വ്യാജമായി പ്രചരിച്ച കാർഡാണോ എന്ന തരത്തിലും വ്യക്തതയില്ല. എന്തായാലും വിവിധ അക്കൗണ്ടുകളുണ്ട് കോക്രോച്ച് ജനതാ പാർട്ടിക്ക്. ഇത് ടെലഗ്രാമിൽ ഇത് ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു അക്കൗണ്ടും അതോടൊപ്പം തന്നെ ഒത്തുചേരലിനുള്ള ആഹ്വാനമായുള്ള ഒരു കാർഡും വരുന്നത്. പൂജ, ശരി. സ്നേഹമോൾ നയനാണ് വിവരങ്ങൾ നൽകിയത്.